ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. കഴിഞ്ഞ പ്രാവശ്യം ഫ്ലോറസിലെ ബജാവയിലുള്ള ട്രഡീഷണൽ വില്ലേജുകൾ കണ്ടില്ലേ? ട്രഡീഷണൽ വില്ലേജുകൾ കൂടാതെ ഹോട്ട് സ്പ്രിങ്സ് കൂടെയുള്ള സ്ഥലമാണ് ബജാവ. അഗ്നിപർവ്വത സ്ഫോടന ഫലമായി ഉണ്ടാകുന്ന ചൂട് നീരുറകളാണ് ഹോട്ട് സ്പ്രിങ്സ്. ഞാൻ താമസിക്കുന്ന തായ്വാനിലും ഒരുപാട് ഹോട്ട് സ്പ്രിങ്ങുകളുണ്ട്. ബജാവയിലെ മലനേജ് ഹോട്ട് സ്പ്രിങ്ങിലേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര. ഇതാണ് ദാരിവാലി വില്ലേജ്. ഇവിടുന്ന് ഹോട്ട് സ്പ്രിങ്ങിലേക്ക് കുറച്ച് നടക്കണം. ഈ ഹോട്ട് സ്പ്രിംഗ് ആണ് ഒരു ചെറിയ പുഴ പോലെയാണ്. ശരിക്കും പറഞ്ഞാൽ ഹോട്ട് സ്പ്രിംഗ് കാണുന്നതിലുപരി എൻജോയ് ചെയ്യാനുള്ളതാ. ഈ പുഴയുടെ ചില ഭാഗങ്ങളിൽ തണുത്ത വെള്ളമാണ്. മുകൾ ഭാഗത്തു നിന്ന് വരുന്ന ചൂടുവെള്ളം തണുത്ത വെള്ളവുമായി കലരുന്നത് കാരണം പുഴയുടെ ഓരോ ഭാഗങ്ങളിലെ വെള്ളത്തിനും വേറെ വേറെ ചൂടായതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള ചൂട് തിരഞ്ഞെടുക്കാം. കഷ്ടിച്ച് മുങ്ങാനുള്ള വെള്ളമേ ഇപ്പോഴുള്ളൂ. അപ്പൊ ഞാൻ ഹോട്ട് സ്പ്രിംഗിൽ ഇറങ്ങിയിട്ട് വരാം. ഹോട്ട് സ്പ്രിംഗിൽ കുറച്ച് സമയം ചെലവഴിച്ച് ബജാവ ടൗണിലേക്ക് തിരിച്ചു. അവിടെ ചെന്നിട്ട് വേണം അടുത്ത നഗരമായ എൻഡയിലേക്കുള്ള ഷെയർ ടാക്സി പിടിക്കാൻ. ഇവിടെ 4 മണിക്കൂർ വേണം അവിടെ എത്താൻ. എൻഡയിൽ നിന്ന് കെളിമുത്തു അഗ്നിപർവ്വതത്തിന്റെ താഴ്വാരത്തുള്ള മോനി എന്ന ഗ്രാമത്തിലേക്ക് ഇന്ന് രാത്രി തന്നെ പോകാനാണ് പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങളെല്ലാം നീങ്ങിയാൽ രാത്രി 10 മണിയാകുമ്പോഴേക്കും മോനി എത്തും. എന്നാലും നാളെ രാവിലെ മൗണ്ട് കെളിമുത്തുവിൽ നിന്നുള്ള സൂര്യോദയം കാണാൻ പറ്റൂ. പോകുന്ന വഴി അവിടെയുള്ള ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തിട്ടുണ്ട്. മോനി എത്തിയപ്പോഴേക്കും എന്റെ സിം കാർഡിന് നെറ്റ്വർക്ക് ഇല്ല, അതുകൊണ്ട് ഇന്റർനെറ്റും ഇല്ല. ഞാനാണെങ്കിൽ മോനിയിൽ ഇന്ന് രാത്രി എത്തുമ്പോ എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് നാളെ ബാലിയിലേക്ക് തിരിച്ചു പോകാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടില്ല. ഹോം സ്റ്റേയിലും വൈഫൈ ഇല്ല. അന്വേഷിച്ചപ്പോൾ ഈ ടൗണിൽ ഒരേ ഒരു റെസ്റ്റോറന്റ് മാത്രമേ വൈഫൈ ഉള്ളൂ. ഞാൻ റെസ്റ്റോറന്റിൽ എത്തിയപ്പോൾ അവിടെ ലൈവ് മ്യൂസിക്കും ഡാൻസും ഒക്കെ നൈറ്റ് ക്ലബിൽ എത്തിയ പോലാണ്. അടിപൊളി. ഈ റെസ്റ്റോറന്റ് ആനിവേഴ്സറി ആണ് ഇന്ന്, അതുകൊണ്ട് ഫ്രീ ബുഫേ ഒക്കെ ഉണ്ട്. ആദ്യം തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ. Bersama-sama
കഴിച്ച് പാട്ടൊക്കെ കേട്ട് 11:30 വരെ അവിടെ നിന്നു. നാളെ സൂര്യോദയം കാണാൻ 4 മണിക്ക് എഴുന്നേൽക്കണം, അല്ലെങ്കിൽ കുറച്ചു സമയം കൂടെ നിൽക്കാമായിരുന്നു. അപ്പൊ മൗണ്ട് കെലിമുത്തുവിലെ സൂര്യോദയവുമായി വീണ്ടും കാണാം.